കോഴിക്കോട് താമരശ്ശേരി പൂനൂർ കാന്തപുരം അലങ്ങാപ്പുഴയിൽ 2 കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു. കാന്തപുരം സ്വദേശികളായ മുഹമ്മദ് ഫർസാൻ, മുഹമ്മദ് അബൂബക്കർ എന്നിവരാണ് മരിച്ചത്. വീടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ടി നന്ദഗോപാൽ ചേരുന്നു. നന്ദഗോപാൽ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സംഭവിച്ചത്? ധന്യ, ഇന്ന് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. പൂനൂർ കാന്തപുരം അലങ്ങാപ്പൊയിൽ ഈ ഒരു ഭാഗത്തെ പ്രദേശത്തെ കുളത്തിലാണ് ഈ 2 കുട്ടികളും മുങ്ങി മരിച്ചത്. വൈകിട്ട് 4 മണിയോടുകൂടി വീട്ടിൽ നിന്നും കളിക്കാൻ പോയതായിരുന്നു. പിന്നീട് ഈ കുട്ടികളെ കാണാതായതോടുകൂടി കുട്ടികളുടെ വീട്ടിൽ നിന്നും അന്വേഷിച്ചിറങ്ങി. ഈ സമയത്താണ് പ്രദേശത്തെ ഒരു കുളത്തിൽ ഒരു കുട്ടിയുടെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ നാട്ടുകാർ ഇവിടേക്ക് എത്തുകയും കൂടുതൽ പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ ഈ കുളത്തിൽ നിന്നും ലഭിച്ചത്. ഉടൻ തന്നെ സമീപത്തെ താമരശ്ശേരിയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഇവിടെ നിന്നും ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി. നിലവിൽ ഈ മൃതദേഹങ്ങൾ രണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രദേശത്ത് തന്നെ അബ്ദുൾ റസാഖിന്റെ മകനാണ് 9 വയസ്സുള്ള മുഹമ്മദ് ഫർസാനൊപ്പം മുഹമ്മദ് സാലിയുടെ മകനാണ് 8 വയസ്സുള്ള മുഹമ്മദ് അബൂബക്കർ. ഈ നാടൊക്കെ വലിയ ഒരു ദുഃഖത്തിലാണ്, വലിയ ഞെട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കബറടക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നതാണ് പ്രദേശത്ത് നിന്നും അറിയിച്ചിരിക്കുന്നത്. ശരി, നന്ദഗോപാൽ.